ശക്തമായ മഴയിൽ കോട്ടയം തോട്ടക്കാട്ട് വീട് ഇടിഞ്ഞു വീണു. തോട്ടക്കാട് സ്വദേശി മോഹൻദാസിന്റെ വീടാണ് ഇടിഞ്ഞു വീണത്. ടോബി ജോൺസൺ വിവരങ്ങളുമായി ചേരുന്നു. ടോബി, കോട്ടയത്ത് അത്യാവശ്യം മഴ കനത്തിരുന്നുവെന്ന് തോന്നുന്നു. ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗുഡ് മോർണിംഗ് SKN. ഇന്നലെ വൈകുന്നേരം മുതൽ അതിശക്തമായിട്ടുള്ള മഴയാണ് കോട്ടയത്ത് അനുഭവപ്പെട്ടത്. വിവിധ മേഖലകളിൽ ശക്തമായിട്ടുള്ള മഴ പെയ്തു. അതിന്റെ ഭാഗമായിട്ടാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് തോട്ടക്കാട് അമ്പലവയൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ മോഹൻദാസ് എന്ന് പറയുന്ന ആളുടെ വീടാണ്. അതിന്റെ ഒരു വശം പൂർണ്ണമായും ഇടിഞ്ഞുപോയി. അടുക്കളയുടെ ഭാഗമാണ് ഇടിഞ്ഞു വീണിരിക്കുന്നത്. ഭാഗ്യം കൊണ്ടാണ് ഇവിടെ ഉണ്ടായിരുന്നവർ ആ സമയത്ത് രക്ഷപ്പെട്ടത്. കാരണം മഴ പെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ അവർ മറ്റൊരു വശത്തേക്ക് ഹാളിലേക്ക് മാറിയിരുന്നു. അതുകൊണ്ട് തന്നെ കുട്ടികളടക്കം സ്ത്രീകളടക്കമുള്ളവരുണ്ടായിരുന്നു. അവർക്ക് ഒന്നും പറ്റാതെ അവർ രക്ഷപ്പെട്ടു എന്നുള്ളത് ഒരു ആശ്വാസകരമായ വാർത്തയാണ്. നമ്മളോടൊപ്പം ഈ മോഹൻദാസ് ചേട്ടൻ ചേരുന്നു. ചേട്ടാ, ഇന്നലെ എപ്പോഴും ഈ സംഭവം ഉണ്ടായിരുന്നു? ഇന്നലെ ഒരു 5 മണിയപ്പം 5 മണിയായി. ഞാനും വർക്ക് പോയി പറഞ്ഞു. എനിക്കിപ്പം പണിക്ക് ബുദ്ധിമുട്ടാണ്. ഈ സ്റ്റോക്കേ ഉള്ളൂ. അപ്പം പണി പോകുന്നുണ്ടെന്നുള്ളൂ. എങ്കിൽ തന്നെ ഒരു 5 മണിയായപ്പം കോയമ്പളെ ആടെ കൊച്ചാ വിളിച്ച് പറഞ്ഞപ്പോൾ അറിഞ്ഞു. ഞാൻ അവിടെ വന്നപ്പോഴത്തേന് ഇതുവരെ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഞാൻ അതൊരു വലിയ കുഴപ്പമില്ലാതെ ഞാൻ ഉദ്ദേശിച്ചു. പക്ഷെ മൊത്തം ഇത്രയും ഇതിപ്പോന്ന് ഒട്ടും വിചാരിച്ചിട്ടില്ല. നല്ല മഴയുണ്ടായിരുന്നു ഇന്നലെ. 3 മണിയായപ്പോൾ തൊട്ട് ഭയങ്കര മഴയായിരുന്നു. 6 വരെ ഭയങ്കര പെയ്തായിരുന്നു. പഞ്ചായത്തിൽ നിന്ന് ആളുകൾ വന്നോ? പഞ്ചായത്തിൽ നിന്ന് നമ്മുടെ മെമ്പർ വന്നായിരുന്നു. വൈകിട്ട് വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോയി. അപ്പം എന്തായാലും SKN, നമുക്കറിയാവുന്നതുപോലെ ഒരു വീടെന്ന് പറയുന്ന ഒരു സ്വപ്നമാണ്. വളരെ നാളത്തെ അധ്വാനത്തിന് ശേഷം ഉണ്ടാക്കിയ ഒരു വീടാണ്. ആ ഒരു വീടിന്റെ ഭാഗമാണ് ഈ ശക്തമായ മഴയിൽ ഇന്നലെ ഇടിഞ്ഞ് താഴേക്ക് വീണത്. എടുത്തു പറയേണ്ട കാര്യം, ആ സമയത്ത് ഈ വീട്ടിൽ ആളുകളുണ്ടായിരുന്നു, സ്ത്രീകളുണ്ടായിരുന്നു, കുട്ടികളുണ്ടായിരുന്നു. അവർക്ക് ആർക്കും തന്നെ ഒരു പരിക്കുമേറ്റില്ല. പക്ഷേ വലിയ നഷ്ടമുണ്ടായിട്ടുണ്ട്. ഒരു വീടിന്റെ ഒരു വശം മുഴുവൻ ഇടിഞ്ഞ് വീഴുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. നമുക്കിപ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, അടിക്കടിയായിട്ടുണ്ടാകുന്ന ഈ മഴയിൽ വലിയ നാശനഷ്ടങ്ങൾ കോട്ടയം ജില്ലയിൽ ഉണ്ടാകുന്നുണ്ട്. ഈ ഒരു വർഷം എടുത്തു നോക്കുകയാണെങ്കിൽ, ജനുവരി മുതൽ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ പെയ്ത മഴകളിലെല്ലാം തന്നെ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും ഇവർക്ക് ആവശ്യമായിട്ടുള്ള നഷ്ടപരിഹാരം എത്രയും വേഗം ലഭ്യമാക്കണമെന്നൊരു ആവശ്യവും ഇവിടെ നിന്ന് ഉയരുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. ടോബി ജോൺസൺ ആണ് വിവരങ്ങൾ നൽകിയത്. വീട് ഇടിഞ്ഞു പോയി. എന്തായാലും അവർക്ക് വലിയ സങ്കടകാലമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.